നമസ്കാരം. ഈ വർഷമാണ് പാകിസ്ഥാനിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് എന്ന് നമുക്കറിയാം. നിലവിൽ എന്തായാലും പാകിസ്ഥാനിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ പൊതു തെരഞ്ഞെടുപ്പിനുള്ള വിവിധ പ്രചരണ പരിപാടികളുമായി രംഗത്തിറങ്ങിയിട്ടുമുണ്ട്. നിലവിൽ ഇപ്പോഴത്തെ ജമിയത്ത് ഉലമ ഇ ഇസ്ലാം ഫസലുമായി ബന്ധമുള്ള ഖൈബർ പഖ്തൂണിലെ കൊഹിസ്ഥാനിൽ നിന്നുള്ള ഒരു കൂട്ടം മത നേതാക്കൾ ഒരു ഫത്വ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. വളരെ വിചിത്രം എന്ന് തന്നെ പറയാവുന്ന ഒരു ഫത്വയാണിത്. സ്ത്രീകൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങാൻ പാടില്ല എന്നാണ് ഈ മത നേതാക്കൾ പറയുന്നത്. വീടുകൾ തോറും പോയി വോട്ട് അഭ്യർത്ഥിക്കുന്ന സ്ത്രീകളുടെ പ്രവർത്തനം ശരീഅത്ത് നിയമങ്ങൾക്ക്, അതായത് ഇസ്ലാമിക നിയമങ്ങൾക്ക് എതിരാണ് എന്നും അവർ പറയുന്നുണ്ട്. അതേസമയം തന്നെ ഈ ജില്ലയുടെ ചരിത്രത്തിൽ ആദ്യമായി പാകിസ്ഥാൻ തെഹ്രീകെ ഇൻസാഫ് പിന്തുണയ്ക്കുന്ന 2 വനിതാ സ്ഥാനാർത്ഥികളും ഒരു സ്വതന്ത്ര വനിതാ സ്ഥാനാർത്ഥിയും പൊതു തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട് എന്നതും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നിലവിൽ എന്തായാലും ഈ ഫത്വ അനുസരിച്ച് സ്ത്രീകൾ ഒരിക്കലും രാഷ്ട്രീയത്തിൽ കാര്യമായി ഇടപെടാൻ പാടില്ല, അല്ലെങ്കിൽ പ്രചരണ പരിപാടികൾക്ക് ഉൾപ്പെടെ വെളിയിൽ ഇറങ്ങാൻ പാടില്ല എന്ന് തന്നെയാണ് മത നേതാക്കൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സ്ത്രീകൾ എങ്ങനെയെങ്കിലും മുൻനിരയിലേക്ക് വരട്ടെ എന്ന് കണ്ട് എല്ലാ രാജ്യങ്ങളും പ്രവർത്തിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഇന്ത്യ ഉൾപ്പെടെ നാരീ ശക്തിയിൽ ഊന്നിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് പാകിസ്ഥാനിൽ ഇത്തരത്തിലുള്ള ചില തിട്ടൂരങ്ങൾ പുറത്തിറങ്ങുന്നത്. നമുക്കറിയാം, ലോകത്തെ പല രാജ്യങ്ങളുടെയും തലവന്മാർ പോലും ഇപ്പോൾ സ്ത്രീകളാണ്. സ്ത്രീകൾ നയിക്കുന്ന നിരവധി രാജ്യങ്ങളുണ്ട്. അതൊക്കെ നേടിയെടുക്കുന്ന പുരോഗമനം അല്ലെങ്കിൽ അവരുടെ നാട്ടിലുണ്ടാക്കുന്ന വികസനമൊക്കെ എടുത്തു പറയേണ്ടതുമാണ്. ഇന്ത്യയിലും നമുക്കറിയാം നാരീ ശക്തി ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുമുണ്ട്. ഇതിനിടയിലാണ് പാകിസ്ഥാനിൽ ഇത്തരത്തിലുള്ള തിട്ടൂരം ഇറങ്ങുന്നത്. വളരെയധികം പുരോഗമിക്കുന്നു, ഞങ്ങൾ മുന്നോട്ട് നടക്കുന്നു എന്നൊക്കെ ഇസ്ലാം വിഭാഗം പറയുന്നുണ്ട് എങ്കിൽ പോലും പാകിസ്ഥാനിൽ നിന്നുള്ള കാഴ്ചകൾ അതിവിചിത്രം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക് മലയാളം.